പരാജയ ഭീതിയിലായ LDF അക്രമം അഴിച്ചുവിട്ട് സംഘർഷമുണ്ടാക്കാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി UDF. ചേലക്കരയിൽ നടന്ന വാർത്താസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു UDF ഭാരവാഹികൾ. LDF സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ പ്രചരണ പരിപാടിയിലെ വാഹനത്തിൽ മാരകായുധങ്ങൾ കരുതിയിരുന്നത് CCTV ക്യാമറയിൽ നിന്ന് വളരെ വ്യക്തമായി കാണുന്നുണ്ട്. സംഭവം പുറത്തു വന്നപ്പോൾ തടിയുരുവാൻ വേണ്ടി ബാലിശമായ വാദങ്ങളാണ് CPM നടത്തുന്നത്. സ്ഥാനാർത്ഥി കെ രാധാകൃഷ്ണന്റെ വിശദീകരണം കേട്ടാൽ തന്നെ നിഷ്പക്ഷരായ ആളുകൾക്ക് കാര്യം മനസ്സിലാകുമെന്നും UDF ഭാരവാഹികൾ പറഞ്ഞു. ഇതൊരു സാധാരണ ഒരു കാര്യമല്ല, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ തെരഞ്ഞെടുപ്പ് മഹോത്സവം നടക്കുന്ന സമയത്ത് ആർക്കെതിരെയാണ് ഇത്ര ആയുധശേഖരം ഈ CPM നേതൃത്വത്തിൽ കെ രാധാകൃഷ്ണൻ നടത്തിയിട്ടുള്ളത് എന്നുള്ള കാര്യം പുറത്തു വരണം. അതിന് ഏതറ്റം വരെ പോകാനും UDF സംഘടന അതിനുവേണ്ടി ഉപയോഗിക്കും. അവസാനിക്കുന്നതാണ് നമ്മളിപ്പോൾ വടകരയിൽ കണ്ടതില്ല. അവസാനം ജയിക്കാൻ വേണ്ടി നടത്തുന്ന ഏറ്റവും വലിയത് ഇത്രയും ആയുധശേഖരം. ആരാണ് ഇത്രയും വലിയ വടിവാളുകൊണ്ട് കഴുങ്ങു മുറിക്കാൻ പോകുന്നത്? കഴുങ്ങു മുറിക്കുന്ന തൊഴിലാളികളൊക്കെ നമുക്ക് എല്ലാവരും കാണുന്നത് തന്നെയാണ്, നമുക്ക് അറിയുന്നത് തന്നെയാണ്. ഇത്രയും വലിയ വടിവാളും പിന്നെ കാറ് മറച്ചിട്ടൊക്കെ കഴുങ്ങു മുറിക്കാൻ പോയെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഒരു 2 നമ്പർ മാത്രമേ അതിനുള്ളൂ, ബാക്കിയുള്ളതൊക്കെ കൊടി കൊണ്ട് മറച്ചിട്ടുണ്ട്. അങ്ങനെ ആ ഒരു രീതിയിലാണ്. പിന്നെ അത് അനുഗമിക്കുന്ന ഒരു വണ്ടി കൂടിയാണ്. ആ വണ്ടി ഏതാണെന്നും അതിലെ ആളുകൾ ഏതാണെന്നും ഒക്കെ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ അറിയില്ല എന്നാ പറയുന്നത്. അപ്പൊ ദുരൂഹതയാണ് മൊത്തത്തിൽ. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ്മാരായ PM മനീഷ്, PI ഷാനവാസ്, UDF ആലത്തൂർ പാർലമെന്റ് കമ്മിറ്റി കൺവീനർ PM അമീർ, TK സെയ്തലി, E വേണുഗോപാല മേനോൻ, TM കൃഷ്ണൻ, PK മുരളീധരൻ, T ഗോപാലകൃഷ്ണൻ, വിനോദ് പന്തലാടി തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.